ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ടോട്ടലി എന്താ പറയുക, ഭയങ്കര ഈ മഴയില്ല, പക്ഷേ ഈ മഞ്ഞൊക്കെ മൂടിയ പോലത്തെ ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും നമ്മൾക്ക് ഇപ്പോൾ ക്ലൈമറ്റ് ഒന്നും നമ്മുടെ വിഷയം ഇപ്പോൾ എക്സാമാണ്. അപ്പോൾ എക്സാമായി ഇതുവരെയും നേരെ പഠിച്ചൊന്നും തുടങ്ങിയില്ല അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല, നമുക്ക് പഠിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കെമിസ്ട്രിയിൽ ഗ്യാസ് ലോസിൻ്റെ ചാപ്റ്റർ തീർത്തു. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങാം. ഇംഗ്ലീഷിൽ നമ്മുടെ 3rd യൂണിറ്റ് ട്രംപറ്റ്സ് ആൻഡ് ചാൻസസ് എന്ന് പറഞ്ഞ 3rd യൂണിറ്റ് ടീച്ചർ മൺഡേ വരുമ്പോൾ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് ആണ്, ഒരു സോങ് ആണ്. അപ്പോൾ ആ സോങ് എൻ്റെ അപ്രീസിയേഷൻ ആദ്യം പഠിക്കാമെന്ന് വെച്ചു. അതിൻ്റെ പോയറ്റിക് ഡിവൈസ്, എന്താണ് തീം, കാര്യങ്ങൾ, മെയിൻ കണ്ടൻറ് എന്തൊക്കെയാണെന്നുള്ള എല്ലാം ഒന്ന് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ അപ്രീസിയേഷൻ ആദ്യം പഠിച്ചു. ഈ ഇടയ്ക്കൊരു ടെസ്റ്റ് പേപ്പറിൽ പഠിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ട ആവശ്യം വന്നോളൂ. ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു അപ്രീസിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലേബർ ഇന്ത്യയിലെ തീർന്ന് വായിച്ചു നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ടെക്സ്റ്റ് ഒന്ന് വായിച്ചു. പിന്നെ സോങ് അല്ലേ, കൂടുതൽ അങ്ങനെ വായിക്കാനൊന്നുമില്ല, ഒരു പ്രാവശ്യം വായിച്ചു. അപ്പം ആ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, അതായത് നമ്മൾ ഒരു സ്റ്റഡി ചലഞ്ച് ചെയ്യാൻ പ്ലാൻ ഇടുകയാണ്. ഞാനിത് കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചു, പിന്നെ എന്തൊക്കെയൊക്കെയോ കൊണ്ട് അതൊക്കെ വഴി തെറ്റിപ്പോയി. പക്ഷേ അപ്പോൾ ഈ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ഇട്ടു സ്റ്റഡി ചലഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നെന്ന് പറയുന്ന പോലെ ഞാൻ ഓൾറെഡി വിചാരിച്ചിരിക്കുകയായിരുന്നു ഒരു സ്റ്റഡി ചലഞ്ച് ചെയ്യണമെന്ന്. അപ്പോഴാണ് കമൻറ്റും കൂടെ വന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഒരു വെറൈറ്റി സ്റ്റഡി ചലഞ്ചുമായി ഞാൻ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങി. അടുത്ത ചാപ്റ്ററായിട്ടുള്ള വോറാണ്. ലൂജി പിരാൻഡലോൻ്റെ വോർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നെക്സ്റ്റ്. അതൊരു ഷോർട്ട് സ്റ്റോറി ആണല്ലോ, അപ്പോൾ അതാണ് അടുത്തടുത്തത്. അത് കഥയായതുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചർ എപ്പോഴും പറയും ടെക്സ്റ്റ് എന്തായാലും മസ്റ്റായിട്ടും വായിക്കണമെന്ന്. കാര്യം ടെക്സ്റ്റ് വായിച്ചാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സോ അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടെക്സ്റ്റൊക്കെ നല്ലോണം ഒന്ന് വായിച്ചു. ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. കുറേ നേരം എടുത്ത് വായിച്ചു. ടെക്സ്റ്റ് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അതിലെ മീനിങ്സ് ഒക്കെ ഒന്നുമില്ല, നോട്ടിച്ച് നോക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് നോട്ട് ബുക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കോഴ്സസ്, ആക്ടിവിറ്റീസ്, അങ്ങനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളതൊക്കെ പഠിക്കുന്നു. അതാണ് അടുത്ത പരിപാടി. ഡിസ്കോഴ്സസ് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്താണ് ടീച്ചർ തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഞാൻ പഠിച്ചു. പിന്നെ ബാക്കി ഗ്രൂപ്പുകളുടേത് ഞാൻ ലേബർ ഇന്ത്യയൊക്കെ നോക്കിയാണ് പഠിച്ചത്. ലേബർ ഇന്ത്യയിൽ എന്താ പറയുക, നമ്മുടെ ഈ വുമൻ്റെ ക്യാരക്ടർ സ്കെച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചു. പിന്നെ എന്തോ റൈറ്റപ്പ്, അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കി. പ്രൊഫൈല്, അതിൻ്റെ ഫോർമാറ്റ് എല്ലാം നോക്കി വെച്ചു. ഇനിയിപ്പോൾ എക്സാമിന് അധികം സമയമില്ല, നമുക്കറിയാം. 15ന് തുടങ്ങും. ഇന്നിപ്പോൾ തന്നെ അത് നവംബർ കഴിഞ്ഞു. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ ഇരുന്ന് പഠിച്ചോളുക, ഞാനും നിങ്ങളും. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ.